അതിർത്തികൾ കൊണ്ട് വേർപിരിഞ്ഞ പക്ഷേ ഒരേപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ദക്ഷിണേഷ്യയിൽ. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ചില പരിമിതികളൊക്കെയുണ്ട്. അപ്പോ ആരാണ് മുന്നോട്ട് വരിക? അങ്ങനെ ഒരു കൂട്ടായ്മയുടെ കഥയാണിത്. ഇവിടെ സർക്കാരുകളല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഹീറോസ്. നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തിനകത്ത് നമുക്ക് നിയമങ്ങളുണ്ട്, കോടതികളുണ്ട്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും പോലുള്ള രാജ്യങ്ങൾക്കിടയിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ടായാൽ എവിടെ പോകും? ഒരു പൊതുവായ സംവിധാനമില്ലെങ്കിൽ പിന്നെ എന്താണ് വഴി? ഇപ്പോൾ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ സംസാരിക്കാനും പരിഹരിക്കാനും ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്, ഒരു പാലം പോലെ. എന്നാൽ ദക്ഷിണേഷ്യയുടെ കാര്യം അങ്ങനെയല്ല. രാഷ്ട്രീയ ശത്രുതയും ചരിത്രപരമായ പ്രശ്നങ്ങളുമൊക്കെ കാരണം ഇവിടെ ആ പാലം മുറിഞ്ഞുപോയതുപോലെയാണ്. അപ്പോൾ ഈയൊരു വലിയ വിടവ്, ഈയൊരു ശൂന്യത നികത്താൻ ആരെങ്കിലും വേണ്ടേ? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. അപ്പോൾ ആരാണ് ഈ വിടവ് നികത്താൻ മുന്നോട്ട് വന്നത്? സർക്കാരുകളല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, ആക്ടിവിസ്റ്റുകൾ, ചിന്തകർ, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ആ സംഘടനയുടെ പേരാണ് സഫാർ. അപ്പോൾ എന്താണ് ഈ SHR? അതിൻ്റെ മുഴുവൻ പേര് സൗത്ത് ഏഷ്യ ഫോറം ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സർക്കാർ സ്ഥാപനമാണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും ദക്ഷിണേഷ്യയിലെ ആക്ടിവിസ്റ്റുകളും ഗവേഷകരും പിന്നെ സാധാരണക്കാരുടെ സംഘടനകളുമൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു ജനകീയ വേദിയാണ്. മനുഷ്യാവകാശം, സമാധാനം, ജനാധിപത്യം, ഇതൊക്കെയാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത് 1990-ലാണ്. റിച്ചാർഡ് ടിം, തപൻകുമാർ ബോസ്, നേപ്പാളിൽ നിന്നുള്ള സുശീൽ പ്യാക്കുറേൽ, ഇങ്ങനെയുള്ള കുറച്ചുപേരുടെ ഒരു സ്വപ്നമായിരുന്നു ഇത്. രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറം മനുഷ്യാവകാശങ്ങൾക്കായി ഒരു ശബ്ദം വേണം എന്നൊരു ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് ഈ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. പിന്നെ 90കളുടെ അവസാനമായപ്പോഴേക്കും സുശീൽ പ്യാക്കുറേലിന്റെ നേതൃത്വത്തിൽ സാഫെ ദക്ഷിണേഷ്യയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു ശക്തിയായി മാറി. പക്ഷേ മറ്റു മനുഷ്യാവകാശ സംഘടനകളിൽ നിന്ന് SFHRനെ വ്യത്യസ്തമാക്കുന്നതെന്താണ്? അവരുടെ കാഴ്ചപ്പാട് വെറും നിയമപരമായ അവകാശങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. അതിനും ഒരുപാട് അപ്പുറത്തായിരുന്നു അത്. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരാശയം. അതായത്, മനുഷ്യാവകാശ ലംഘനങ്ങളെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഒരു മരത്തിന്റെ ഇലകൾ കൊഴിയുന്ന പോലെ അത് വെറും ഉപരിതലത്തിലുള്ളൊരു പ്രശ്നമല്ല. അതിന് മണ്ണിനടിയിൽ നല്ല ആഴത്തിൽ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്തി മുറിച്ചില്ലെങ്കിൽ പ്രശ്നം ഒരിക്കലും തീരിതെന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ വേരുകൾ? ഒന്ന്, രാജ്യങ്ങൾ തമ്മിലുള്ള തീരാത്ത സംഘർഷങ്ങൾ. പിന്നെ സൈന്യത്തിന്റെ അമിതമായ ഇടപെടലുകൾ. മറ്റൊന്ന്, വികസനത്തിന്റെ പേരിലായാലും മറ്റെന്തെങ്കിലും കാരണത്താലായാലും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യർ. പിന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾ, എങ്ങോട്ടും പോകാനില്ലാത്ത അഭയാർത്ഥികൾ. കണ്ടില്ലേ, ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമില്ലെന്ന് സാഫർ വിശ്വസിച്ചു. ശരി, ഈ ആശയങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഐഡിയ മാത്രം പോരല്ലോ. ഇതൊക്കെ അവർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത്? നമുക്ക് അവരുടെ പ്രവർത്തന രീതികളിലേക്കൊന്ന് നോക്കാം. അവരുടെ പ്രവർത്തനത്തിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, പഠിപ്പിക്കുക. അതായത് പുതിയ തലമുറയിലെ പ്രവർത്തകർക്ക് ട്രെയിനിംഗ് കൊടുക്കുക. 2, സംസാരിപ്പിക്കുക. ഇന്ത്യക്കാരെയും പാകിസ്ഥാനികളെയുമൊക്കെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുക. 3, പഠിക്കുക. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. പിന്നെ 4, പോരാടുക. ഈ റിപ്പോർട്ടുകളൊക്കെ ഒരായുധമാക്കി സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക. സിമ്പിൾ, പക്ഷേ പവർഫുൾ. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ കശ്മീരിലും നേപ്പാളിലും സമാധാന ശ്രമങ്ങൾ ശരിക്കും നടക്കുന്നുണ്ടോ എന്നവർ പോയി വിലയിരുത്തി. അതിനെയാണ് പീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ പഞ്ചാബിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അവർ പുറത്തിറക്കിയ റെഡ്യൂസ്ഡ് ടു ആഷസ് എന്ന റിപ്പോർട്ട് വലിയ കോളിളക്കമുണ്ടാക്കി. അതിലുമൊക്കെ പ്രധാനമായി രാഷ്ട്രീയക്കാൾ ശത്രുക്കളായി കാണുന്ന ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് സംസാരിക്കാൻ അവർ വേദികളൊരുക്കി. പക്ഷേ ഒരുപക്ഷേ അവരുടെ ഏറ്റവും വലിയ സംഭാവന ഇതായിരിക്കും, ഈ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പീസ് സ്റ്റഡീസ് ഓറിയന്റേഷൻ കോഴ്സ്. ഇതൊരു വെറും ക്ലാസ്സായിരുന്നില്ല കേട്ടോ. ദക്ഷിണേഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർക്ക് മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു അത്. ഇതിലൂടെ അവർ ശരിക്കും ഒരു പുതിയ തലമുറയെ തന്നെ വാർത്തെടുക്കുകയായിരുന്നു, തങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു തലമുറയെ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സാഫറിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? വെറുമൊരു സംഘടന എന്നതിലുപരി ദക്ഷിണേഷ്യയിൽ അവർ അവശേഷിപ്പിച്ചത് എന്താണ്? നമുക്ക് നോക്കാം. ഈ ഒരു വാചകത്തിൽ അവരുടെ സംഭാവനയുടെയെല്ലാം സത്തുണ്ട്.
അതായത് സർക്കാരുകളും ഔദ്യോഗിക സംവിധാനങ്ങളും പരാജയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ദുർബലമാകുന്നിടത്ത് ജനങ്ങൾക്ക് തന്നെ ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾക്കായി ഒരു പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് സാഫർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. അവർ ആ വിടവ് നികത്തുക മാത്രമല്ല ചെയ്തത്, പുതിയൊരു വഴി തുറക്കുക കൂടിയായിരുന്നു. ഇപ്പോ കുടിയേറ്റം, അഭയാർത്ഥി പ്രശ്നങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, ഇതൊന്നും ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. ഒരു പുഴ ഒഴുകുന്ന പോലെ അത് അതിർത്തികൾ നോക്കാതെ പടരും. അത്തരം പ്രശ്നങ്ങളെ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അവിടെയാണ് അതിർത്തികൾക്കപ്പുറം ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന സാഫാർ പോലുള്ള സംഘടനകളുടെ പ്രസക്തി. അപ്പോ SFRന്റെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരുകൾക്ക് കഴിയാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. രാജ്യങ്ങൾക്കിടയിൽ മതിലുകൾ ഉയരുകയും അതിർത്തികൾ കൂടുതൽ കർശനമാവുകയും ചെയ്യുന്ന ഈ കാലത്ത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സർക്കാരുകളിലാണോ അതോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇത്തരം കൂട്ടായ്മകളിലാണോ? എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അടുത്ത തവണ കാണാം.